അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര നാരായണീ നാമസങ്കീർത്തനം. ശ്രീ മഹാകാളീ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരഭാഗത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് പാരായണം ആരംഭിക്കുന്നത്. രാജോവാച ഭൃഗോർഭാര്യാവരാരോഹ പുലോമാ നാമ സുന്ദരീ തസ്യാം തു ച്യവനോ നാമ മുനിർജാതോതി വിശ്രുതാച്യവനസ്യ ച ശര്യാതേ സുകന്യാ നാമ സുന്ദരീ തസ്യാം ജജ്ഞേ സുതശ്രീമാൻ പ്രമതിർനാമ വിശ്രുത പ്രമതേസ്തു പ്രിയാ ഭാര്യ പ്രതാപീ നാമ വിശ്രുത രുരുർനാമ സുതോ ജാതസ്തഥാ പരമതാപസ തസ്മിംശ്ച സമയേ കശ്ചിൽ സ്ഥൂലകേശശ്ച വിശ്രുത ബഭൂവ തപസായുക്തോ ധർമാത്മാ സത്യസമ്മത ഏതസ്മിന്നന്തരേ മാന്യ മേനകാച വരാപ്സരാ ക്രീഡാം ചക്രേ നദീതീരെ ത്രിഷു ലോകേഷു സുന്ദരീ ഗർഭം വിശ്വാവസോ പ്രാപ്യ നിർഗതാ വരവർണിനി സ്ഥൂലകേശാശ്രമേ ഗത്വാ വിസസർജ വരാപ്സരാ
കന്യകാം ച നദീതീരെ ത്രിഷു ലോകേഷു സുന്ദരീം ദൃഷ്ട്വാനാഥാം തദാ കന്യാം ജഗ്രാഹമുനിസത്തമ പുപോഷ സ്ഥൂലകേശസ്തു നാംനാ ചക്രേ പ്രമദ്വരാം സാ കാലേ യൗവനം പ്രാപ്ത സർവലക്ഷണസംയുത രുരുർദൃഷ്ട്വാധതാം ബാലാം കാമബാണാർദിതോ ഹ്യഭൂൽ. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ അഷ്ടമോധ്യായ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ 8 ശ്ലോകങ്ങളാണ് ഇന്ന് നാം പാടി സമർപ്പിക്കുന്നത്. അതോടുകൂടി ദ്വിതീയ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം പൂർത്തിയാവും. അതുകൊണ്ട് ഇന്ന് 8 ശ്ലോകങ്ങൾ മാത്രമാണ് ഈ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവ് പറഞ്ഞു, മന്ത്രിമാരെ കെട്ടിടുക ഭൃഗുവാകും മുനിയുടെ മനോഹരിയായ പത്നി പുലോമയല്ലോ. അവളിൽ ച്യവനനെന്ന ശ്രേഷ്ഠനായ മുനിയുണ്ടായി. ശര്യാദിപുത്രിയാം സുകന്യയെയും വിട്ടു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവർക്കുണ്ടായി പ്രമതി എന്നുള്ള വിഖ്യാതനാം പുത്രൻ, വിശ്രുതയാം പ്രതാപി പ്രമതി തൻ ഭാര്യ. അവർക്കുണ്ടായി രുരുവെന്ന ശ്രേഷ്ഠനായ പുത്രൻ താനും. അക്കാലത്തു സ്ഥൂലകേശൻ എന്നു പേരുള്ള തപസ്വിയും സത്യവാനുമായ ഒരാളതുപോലെ മാന്യയായ മേനകയാം അപ്സര സ്ത്രീയും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നദീതീരെ ക്രീഡാലോലയായി കഴിഞ്ഞല്ലോ അവൾ. വിശ്വാവസുവിൽ നിന്നായി ഗർഭം ധരിച്ചു. സ്ഥൂലകേശൻ തന്റെ ആശ്രമത്തിങ്കലായി പ്രസവിച്ചു. ആ കുഞ്ഞിനെ നദീതീരെ ഉപേക്ഷിച്ചല്ലോ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ശരണം.
പുലകേശൻ ആ കുഞ്ഞിനെ പുത്രിയായി സ്വീകരിച്ചു. പ്രമദ്വര എന്ന പേരും നൽകിനാൻ മുനി. സർവലക്ഷണം തികഞ്ഞ യുവതിയായി മാറിയവൾ, ഇവളെ കണ്ടോരാരൂരു കാമാർത്തനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. ഭദ്രകാളി ശരണം. സുഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. അമ്മയെ അറിയാനെന്ന ശ്രീമദ് ദേവി ഭാഗവത അക്ഷരോപാസന ഇന്ന് ആരംഭിക്കുന്നതിന് മുമ്പായി മറ്റൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. അതിനുശേഷം ആണ് നമ്മൾ ഈ രംഗത്തിലേക്ക് അല്ലെങ്കിൽ ദേവി ഭാഗവത പ്രഭാഷണത്തിലേക്ക് എത്തുന്നത്. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക കാര്യം കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഓഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു സത്സംഗ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഞാൻ. ഭക്തി നിറവിൽ ഒരു സത്സംഗ യാത്ര എന്നുള്ള രീതിയിൽ അയോധ്യ, വാരാണസി, ഗയ, പ്രയാഗ്രാജ് എന്നിവിടങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര ഈ വരുന്ന ഡിസംബർ 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള 6 ദിവസങ്ങളിലായി 6 ദിവസവും 5 രാത്രികളിലുമായിട്ട് ഒരു യാത്ര സംഘടിപ്പിക്കുകയാണ്. സത്സംഗയാത്ര, തീർത്ഥയാത്ര എന്നൊക്കെ രീതിയിൽ ക്ഷേത്ര ദർശനങ്ങളും പ്രഭാഷണങ്ങളും നാമസങ്കീർത്തനങ്ങളുമൊക്കെ ആയിട്ടാണ് പെൻഡാലീഫ് എന്ന ഒരു ടൂർ കമ്പനിയുമായി ചേർന്നുകൊണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ചിലരാണ് അതിൻ്റെ നേതൃസ്ഥാനത്തുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു യാത്രയ്ക്ക് ഞാൻ സമ്മതിച്ചത്. അപ്പോൾ അതിൽ പോകാൻ താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ ഈ പെൻഡാലീഫ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ കൂടി ഇത്തരുണത്തിൽ
പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ്. ആദ്യ ദിവസം, അതായത് ഡിസംബർ 8-ാം തീയതി കാലത്താണ് നമ്മുടെ യാത്ര ആരംഭിക്കുക. കേരളത്തിൽ നിന്ന് വിമാനം വഴി പുറപ്പെട്ട് ഭാരതത്തിൻ്റെ യശസ്സും കീർത്തിയും ഉയർത്തുന്ന, അല്ലെങ്കിൽ ആ ശ്രീരാമ ജന്മഭൂമിയിലേക്ക്, അയോധ്യ രാമക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം എത്തിച്ചേരുക. ദശരഥപുത്രനായി, സീതാവല്ലഭനായി, ലക്ഷ്മണ സോദരനായി മിന്നിത്തിളങ്ങുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മഭൂമിയിലേക്ക്, ആദിശങ്കരൻ്റെ അദ്വൈതത്തിൻ്റെ നാട്ടിൽ നിന്നും ഒരു തീർത്ഥയാത്ര, ഇതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രീരാമദേവനെ ദർശിച്ച് അവിടെ തന്നെയുള്ള ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിൽ ദർശനം നടത്തി, അയോധ്യയിലെ പ്രധാന ക്ഷേത്രമായ ആ കനകഭവൻ സന്ദർശിച്ച് വൈകുന്നേരം സരയൂവന്ദനം ചെയ്ത് നാമസങ്കീർത്തനത്തോടെ അന്നത്തെ യാത്ര പൂർത്തിയാവും. രണ്ടാമത്തെ ദിവസം പുലർകാലത്ത് സരയൂ ദർശനം, പാപങ്ങളൊക്കെ കഴുകി ആചമനാദികൾ, സ്നാനാദികളൊക്കെ നടത്തി പ്രയാഗ്രാജിലേക്ക് നമ്മൾ പ്രാതലിന് ശേഷം പുറപ്പെടും. ഗംഗ, യമുന, സരസ്വതി ഈ നദികളുടെ ത്രിവേണി സംഗമം ഈ സ്നാനഘട്ടിൽ മുങ്ങി നിവർന്ന് മനസ്സിനെയും വപുസ്സിനെയും ശുദ്ധീകരിക്കുന്ന ദിവ്യമായ ഒരു രംഗം രണ്ടാമത്തെ ദിവസം. ഇക്കഴിഞ്ഞ മഹാകുംഭമേള നടന്ന മഹാതീർത്ഥമാണിത്. അവിടുത്തെ സ്നാനാദികൾ ഒക്കെ നടത്തി വാസുകീനാഗ ക്ഷേത്രം, പാതാളപുരി ദർശനം ഒക്കെ ചെയ്ത് രണ്ടാമത്തെ ദിവസത്തെ യാത്ര നാമസങ്കീർത്തനത്തോടെ സമർപ്പിക്കുന്നു. മൂന്നാമത്തെ ദിവസം വാരാണസി ക്ഷേത്രം, ഗംഗാ ആരതി, അതിൻ്റെയൊക്കെ പുണ്യദിവസമാണ്. കാലത്ത് തന്നെ കാലഭൈരവനെ ദർശിച്ച് ഈ യാത്രയിലെ തന്നെ മുഖ്യക്ഷേത്രങ്ങളിലൊന്നായ, ദ്വാദശ ജ്യോതിർലിംഗങ്ങളിലൊന്നായ കാശി ക്ഷേത്രത്തിലെ ആ കാശി വിശ്വനാഥനെ ദർശിച്ച് ഒപ്പം തന്നെ അന്നപൂർണേശ്വരിയെയും വന്ദിച്ച് പ്രാതലിന് ശേഷം നമ്മൾ വിഖ്യാതമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണു. തുടർന്നാണ് ഈ യാത്രയിലെ ഷോപ്പിംഗ്. വൈകുന്നേരം ആ സായം സന്ധ്യയിൽ ഗംഗാദേവിക്ക്, ഗംഗാനദിക്ക് ആരതി തീർത്ത് ആ അതിസുന്ദരമായ ആത്മീയമായ കാഴ്ച മനസ്സിൽ നിറഞ്ഞ് ദീർഘകാലം അത് മനസ്സിൽ ചേർത്ത് വയ്ക്കാൻ പാകത്തിലുള്ള വളരെ വിശേഷമായിട്ടുള്ള ഗംഗാ ആരതി, സത്സംഗം, ഭജന, അതോടുകൂടി മൂന്നാമത്തെ ദിവസത്തെ യാത്ര വൈകുന്നേരത്തോടെ സമർപ്പിക്കുന്നു. പിന്നീട് നാലാമത്തെ ദിവസം എല്ലാ തടസ്സങ്ങളും സങ്കടങ്ങളും തീർക്കുന്ന ആ ശ്രീരാമഭക്തനായ ഹനുമാന്റെ ദർശനം, സങ്കടമോചൻ സാരാനാഥ് എന്നാണ് ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ കടന്നു വരുന്നത്. മഹത്തായ അനുഭൂതി നൽകുന്ന മഹാസന്നിധിയിൽ അവിടെ പ്രാർത്ഥിച്ച് ഉച്ചയ്ക്ക് ശേഷം ഗൗതമ ബുദ്ധൻ ആദ്യം ഉപദേശം നൽകിയ പുണ്യഭൂമി, അതേപോലെ തന്നെ ധമേക് സ്തൂപം, ചൗഖണ്ഡി സ്തൂപം, സാരാനാഥ് മ്യൂസിയം എന്നിവയിലൊക്കെ പോയി വൈകുന്നേരം സത്സംഗത്തോടുകൂടി അന്നത്തെ യാത്ര പൂർത്തീകരിക്കുന്നു. 5-ാം ദിവസം വാരാണസിയിൽ നിന്നും ഗയയിലേക്കാണ്. പുലർച്ചെ എല്ലാ ദിവസത്തെയും പോലെ സഹസ്രനാമ ജപത്തോടുകൂടി ആരംഭിച്ച് പ്രാതലിന് ശേഷം ഗയയിലേക്ക് യാത്രയാവുന്നു. ബീഹാറിൻ്റെ ആത്മീയമായ ദേശങ്ങളും ദർശനങ്ങളും കണ്ടുകൊണ്ടൊരു യാത്രയാണ് അന്ന് നടക്കുക. നേരെ വിഷ്ണുപാദ ക്ഷേത്ര ദർശനം, പിതൃകർമ്മങ്ങൾക്ക് അതിവിശേഷമായ ഗയാശ്രാദ്ധം, രാത്രി സത്സംഗം, വിശ്രമം. സമർപ്പണ ദിവസമായ 6-ാമത്തെ ദിവസം ഗയ തീർത്ഥാടനം. പ്രഭാതത്തിൽ ബോധഗയയിലേക്ക് നമ്മൾ എത്തുന്നു. ബുദ്ധന് ബോധോദയം വന്ന ബോധിവൃക്ഷ ചുവട് വിഷ്ണുപാദ ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച് ആത്മാവിൽ ആത്മീയത നിറച്ചുവെച്ച് ആ
ആനന്ദസ്വരൂപൻ്റെ അനുഗ്രഹങ്ങളോടുകൂടി യാത്ര സമാപിക്കുകയാണ്. ശേഷം വീണ്ടും വിമാനമാർഗം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലേക്ക് മടക്കയാത്ര. ഈ ഒരു രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒക്കെ തന്നെ ഈ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പങ്കുചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ടൂറിനെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ ഒക്കെ പെൻഡാലീഫിൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ട് നിങ്ങൾ സംസാരിച്ച് ഉറപ്പിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 3 ഫോൺ നമ്പറുകളാണ് ഇതിനായിട്ട് അവർ നൽകിയിട്ടുള്ളത്. ആ നമ്പറുകൾ ഒന്ന് പറയുകയും ഇതിൻ്റെ താഴെ സൂചിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ അവരുമായി ബന്ധപ്പെടുക. പറ്റുന്ന ആളുകളൊക്കെ ഇതിൽ പങ്കുചേരണം എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ വളരെ കുറച്ച് സീറ്റുകളാണ് ഇതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. താല്പര്യമുള്ള ആളുകളൊക്കെ വളരെ നേരത്തെ തന്നെ പേരുകൾ കൊടുക്കുകയും അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 3 നമ്പറുകൾ 9846084400, 9846084400. മറ്റൊരു നമ്പർ 9846052400, 9846052400. മറ്റൊരു നമ്പർ 9846082400, 9846082400. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഇതിൽ ബന്ധപ്പെടുക. info@pendaleaf.in എന്നുള്ളതിലും www.pendaleaf.in എന്നുള്ളതിലും ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ബുക്കിങ്ങിന് ഈ നമ്പറിൽ ബന്ധപ്പെടണം എന്നുകൂടി ഒരിക്കൽ കൂടി ഭഗവൻ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവോപരി ഭഗവത് ഭക്തിയും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഈ സത്സംഗയാത്ര, ഭക്തി നിറവിൽ ഈ സത്സംഗയാത്ര നടത്തുകയാണ്. വീണ്ടും വീണ്ടും എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീമദ് ദേവി ഭാഗവതം 2ാം സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 42ാമത്തെ ശ്ലോകം മുതൽ 49 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അല്ലെങ്കിൽ 41ാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവഭാഗം നമ്മൾ ഇന്നലെ ചൊല്ലി. ഇനി അതിൻ്റെ ബാക്കി ഉത്തരഭാഗത്തോടു കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. രാജാവ് പറയുന്നു, പരീക്ഷിത്ത് തൻ്റെ അമാത്യന്മാരുടെ അടുത്ത്, തൻ്റെ മന്ത്രിമാരുടെ അടുത്ത് ഒരു കഥ പറയുകയാണ്. എങ്ങനെയാണ് ആ മുനി തൻ്റെ ഭാര്യയെ ജീവിപ്പിച്ചത് എന്നുള്ള കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് വിസ്തരിച്ച് കേൾക്കണം എന്ന് മന്ത്രിമാരെ ആവശ്യപ്പെട്ടപ്പോൾ തുടർന്ന് ആ കഥ പറയുകയാണ്. പരീക്ഷിത്ത് പറയുന്നു, രാജോവാച ഭൃഗോർഭാര്യ വരാരോഹ പുലോമാ നാമ സുന്ദരി. ഭൃഗുവിൻ്റെ ഭാര്യ പുലോമ എന്നു പേരുള്ള സുന്ദരിയാണ്. തസ്യാം തു ച്യവനോ നാമ മുനിർജാതോതി വിശ്രുത. ആ പുലോമയിൽ ഭൃഗുവിന് ഉണ്ടായ പുത്രനാണ് ച്യവനൻ എന്ന് പറയുന്നു. അതിവിശ്രുത, അതിവിശ്രുതനായ മുനി ഈ ച്യവനൻ. ഈ ച്യവനനോ ച്യവനസ്യ ച ശര്യാതേ സുകന്യാ നാമ സുന്ദരി. ച്യവനൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ച്യവനൻ ശര്യാദിയുടെ പുത്രിയായ സുകന്യയെ വിവാഹം ചെയ്തു എന്നും പറയുന്നു. ഇക്ഷ്വാകു തുടങ്ങിയവരുടെ സഹോദരനാണ് ശര്യാദി എന്നുള്ളത് ഭാഗവതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആ കഥയൊക്കെ നമ്മൾ വിസ്തരിച്ച് ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ട്. നവമസ്കന്ധത്തിൽ ച്യവന മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്ന
സുകന്യ അറിയാതെ അവിടെ ഒരു ചിതൽപ്പുറ്റ് കാണുന്നതും ആ ചിതൽപ്പുറ്റിനകത്ത് എന്താണ് എന്നറിയാതെ ആ ചിതൽപ്പുറ്റിൽ തിളങ്ങുന്ന രണ്ട് ഭാഗങ്ങൾ കണ്ടപ്പോൾ അത് ഒരു മുള്ളെടുത്ത് കുത്തി നോക്കുന്നതും അതിൽ നിന്ന് ചോര പുറത്തേക്ക് വരുന്നതും കണ്ട് പരിഭ്രമിക്കണു. അതിനകത്തിരുന്നത് ഒരു മുനിയാണ് എന്ന് തിരിച്ചറിയണു. ആ മുനിയുടെ കണ്ണുകളാണ് താൻ കുത്തിപ്പൊട്ടിച്ചത് എന്ന് സുകന്യ അധികം വൈകാതെ അറിയണു. മുനി കോപാവേശിതനായി തൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് ആരാണെങ്കിലും അവരെ ശപിക്കാനായിട്ട് പുറപ്പെട്ട ആ മുനിയാണ് ച്യവനൻ. പടുവൃദ്ധനാണ്. അങ്ങനെയുള്ള അതി കോപാകുലനായി നിൽക്കുന്ന ആ മുനി പറഞ്ഞു, എൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ കണ്ണായിട്ട് ഇത് ചെയ്ത ആ സുകന്യ തന്നെ വരട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് സുകന്യ രാജ്യരക്ഷയ്ക്ക് വേണ്ടി, കാരണം അല്ലെങ്കിൽ തൻ്റെ കുലം മുഴുവൻ നശിച്ചു പോവും എന്ന് തിരിച്ചറിഞ്ഞ് സുകന്യ ഈ ച്യവനനെ വിവാഹം ചെയ്യണത്. അങ്ങനെ ആ ച്യവനന് സുകന്യയിൽ തസ്യാം ജജ്ഞേ സുതശ്രീമാൻ പ്രമതിർനാമ വിശ്രുത. ച്യവനനെ കുറിച്ച് പറഞ്ഞത് അതിവിശ്രുത എന്നാണെങ്കിൽ ഈ ച്യവനൻ്റെ പുത്രനായിരിക്കുന്ന പ്രമതി എന്നു പേരുള്ള ആ പുത്രൻ അദ്ദേഹം വളരെ വിശ്രുതനായിരുന്നു, വളരെ പ്രസിദ്ധനായിരുന്നു എന്ന് പറയുന്നു. പ്രമതേസ്തു പ്രിയാ ഭാര്യ പ്രതാപീ നാമ വിശ്രുത. ഇവിടെ പ്രമതി എത്ര കണ്ട് പ്രസിദ്ധനാണോ അതേപോലെ തന്നെ വിശ്രുതയായ പ്രസിദ്ധയായ പത്നി, ആ പ്രമതിയുടെ പത്നിയുടെ പേരാണ് പ്രതാപി എന്ന് പറയുന്നു. അങ്ങനെ രുരുർനാമ സുതോജാതസ്തഥാ പരമതാപസ. അവർക്ക് ഒരു പുത്രനുണ്ടായി, വലിയ തപസ്വിയായ പരമതാപസനായിരിക്കുന്ന രുരു എന്നു പേരുള്ള ഒരു പുത്രൻ. ആ രുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് സ്ഥൂലകേശൻ എന്ന വിശ്രുതനായ തപസ്വിയായ ധർമാത്മാവായ സത്യസന്ധനായ ഒരാളുണ്ടായിരുന്നത്. ബഭൂവ തപസായുക്തോ ധർമാത്മാ സത്യസമ്മത തസ്മിംശ്ച സമയേ കശ്ചിൽ സ്ഥൂലകേശശ്ച വിശ്രുത. എല്ലാവരും വളരെ പ്രസിദ്ധന്മാരാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ കഥകളൊക്കെ ഇന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ സ്ഥൂലകേശൻ എന്ന വളരെ ശ്രേഷ്ഠനായ തപസ്വിയായ ധർമാത്മാവായ സത്യസന്ധനായ ഒരാള് ഏതസ്മിന്നന്തരേ മാന്യ മേനകാ ച വരാപ്സര. ആ ഇടയ്ക്ക് നമ്മൾ മന്വന്തരം കാലം സമയം മനുവിൻ്റെ കാലമാണ് മന്വന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏതസ്മിന്നന്തരേ ആ കാലത്ത് ആ ഇടയ്ക്ക് മാന്യയായ അതിസുന്ദരിയായ മേനക എന്ന അപ്സരസ്. ഈ മേനക ഒരിക്കൽ നദീതീരത്ത് ക്രീഡാംശ്ചക്രേ നദീതീരെ ത്രിഷു ലോകേഷു സുന്ദരി, 3 ലോകങ്ങളിലും സുന്ദരിയായിരിക്കുന്ന ത്രിഭുവന സുന്ദരി എന്നൊക്കെ പറയുന്ന അവൾ നദീതീരത്ത് ക്രീഡാലോലയായി കഴിയുന്ന സന്ദർഭത്തിൽ വിശ്വാവസോ പ്രാപ്യ നിർഗത വരവർണിനി. ഗർഭം വിശ്വാവസോ പ്രാപ്യ നിർഗത വരവർണിനി. വിശ്വാവസുവിൽ നിന്ന് ഗർഭം ധരിച്ചു. എന്നിട്ടോ അവിടെ നിന്ന് പുറപ്പെട്ട് സ്ഥൂലകേശാശ്രമേ ഗത്വ. അങ്ങനെ സഞ്ചരിച്ച് എവിടേക്ക് എത്തി? സ്ഥൂലകേശൻ്റെ ആശ്രമത്തിലേക്ക് എത്തി. ഗർഭിണിയായ മേനക ആശ്രമത്തിൽ ചെന്ന് ആ മേനക പ്രസവിച്ചു. അമ്മ ത്രിലോകസുന്ദരിയാണെന്ന് പറഞ്ഞു. ത്രിഷു ലോകേഷു സുന്ദരി. അതേപോലെ തന്നെ ത്രിഷു ലോകേഷു സുന്ദരിം കന്യകാം, 3 ലോകങ്ങളിലും സുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ അവിടെ നദീതീരെ വിസസർജ, നദീതീരത്ത് ഉപേക്ഷിച്ചു എന്നും പറയുന്നു. കന്യകാംച നദീതീരെ, നദീതീരത്തിൽ വെച്ച് ആ പ്രസവിച്ച കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു എന്നും പറയുന്നു. ദൃഷ്ട്വാനാധാം തദാ കന്യാം ജഗ്രാഹ മുനിസത്തമാം പുപോഷാ സ്ഥൂലകേശസ്തു നാംനാ ചക്രേ പ്രമദ്വരാം. മുനിസത്തമനായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ആ സ്ഥൂലകേശൻ ഈ കന്യകയെ കണ്ടപ്പോൾ, ഈ പെൺകുട്ടിയെ, അനാഥയായ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ
എടുത്തുകൊണ്ടുപോയി എന്ന് മാത്രമല്ല, ആ കുഞ്ഞിന് ഒരു പേരിട്ടു. ആ കുട്ടിയുടെ പേരാണ് പ്രമദ്വര. പുപോഷ സ്ഥൂലകേശസ്തു നാംനാ ചക്രേ പ്രമദ്വരാം. അങ്ങനെ ആ കുഞ്ഞിന്, ആ പെൺകുട്ടിക്ക് പ്രമദ്വര എന്ന് പേരിട്ടു. സാ കാലേ യൗവനം പ്രാപ്ത സർവലക്ഷണ സംയുത രുരു ദൃഷ്ടുവാധതാം ബാലാം കാമബാണ അർദ്ദിതോ ഹ്യഭൂൽ. അങ്ങനെ ആ പെൺകുട്ടി എല്ലാ ലക്ഷണങ്ങളും, സർവലക്ഷണ സംയുത ആയിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ആ പെൺകുട്ടി യഥാകാലം യൗവനത്തിലേക്ക് എത്തിയപ്പോൾ ആ യുവതിയെ കണ്ട് രുരുർ ദൃഷ്ടുവാധതാം ബാലാം, ആ സുന്ദരിയെ, ആ പെൺകുട്ടിയെ കണ്ടിട്ട് രുരു, നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ, പ്രമതിയുടെയും പ്രതാപിയുടെയും പുത്രനായ രുരു എന്ന പരമതാപസനായിരിക്കുന്ന ഒരാളെക്കുറിച്ച്, ആ രുരു ഈ പ്രമദ്വരയെ കണ്ട് കാമബാണ പീഡിതനായി മാറി. മന്മഥശരത്താൽ കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വലിയ താല്പര്യമായി, ഇഷ്ടമായി ആ പെൺകുട്ടിയെ എന്ന് പറയുന്നു. ആ 49-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 9-ാമത്തെ അധ്യായത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.